പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു തിരുവെഴുത്തുകളിലൂടെ എന്ന ബൈബിൾ പഠന ഭാഗത്തെ ഇന്നത്തെ വിഷയം എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 18-19 23 വരെയുള്ള വാക്യങ്ങളെ സുവിശേഷങ്ങളിലെ രണ്ട് വാക്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള ഭാഗ്യവാന്മാരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നിങ്ങനെ അനവധി ഭാഗ്യവാന്മാരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ ഇതിൽ നല്ല വ്യത്യസ്തമായിട്ടാണ് യേശു ക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിധത്തിൽ പലർക്കും പലവിധമായ ഒഫൻസുകളുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ ഒഫൻസ് ഉണ്ട്, പബ്ലിക് ലൈഫിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ ഈ പറഞ്ഞ ഒഫൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഇടറിപ്പോയായി തിരുവെഴുത്ത് പറയുന്നു. ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധനാണെന്നറിയിച്ച ഒന്നാമനായ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി മരിക്കുവോ? ഈ രാത്രിയിൽ നീ എന്നെ തള്ളിപ്പറയുന്നതിന് മുമ്പ് 3 വട്ടം കോഴി കൂകുമെന്ന് പറഞ്ഞതും ഓർക്കുക. കർത്താവിന് 3.5 വർഷം തൻ്റെ കൂടെ നടന്നും ശുശ്രൂഷകളെക്കുറിച്ചും തിരുവെഴുത്തുകളെക്കുറിച്ചും അല്ലെങ്കിൽ തനാക്കെന്ന യഹൂദൻ പറയുന്ന, ഇന്നത്തെ ബൈബിളിൽ യഹൂദന്റെ ബൈബിൾ അനുസൃതമായ തോറ, പഞ്ചഗ്രന്ഥങ്ങൾ, കെതൂബീം, സങ്കീർത്തനങ്ങളും സഭാപ്രസംഗം തുടങ്ങിയും നാബീം പ്രവചന ഗ്രന്ഥങ്ങൾ ചേർന്ന ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളെയാണ് അവർ തനാക്കെന്ന ചുരുക്കപ്പേരി പറയുന്ന യഥാർത്ഥ ബൈബിൾ, അതായത് പഴയ നിയമത്തിൻ്റെ യഥാർത്ഥ ബൈബിൾ. ഇതെല്ലാം പഠിപ്പിച്ച് ശിഷ്യന്മാരെ തിയറിയും പ്രാക്ടീസും പ്രാക്ടിക്കലുമായി ഒരുപോലെ പഠിപ്പിച്ച ഈ ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പ്രവചന നിവൃത്തി എന്നോണം ശിഷ്യന്മാരോട് പറയുമ്പോഴാണ്, പത്രോസ് ഏത് കാര്യത്തിനും ചാടിക്കേറി അഭിപ്രായം പറയുന്ന ഒരാളാണ്, തിരുവെഴുത്ത് പഠിക്കുന്നവർക്കറിയാം. അദ്ദേഹം പറയുന്നു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്. അപ്പോൾ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും തന്നെ ഇടർച്ചയുണ്ടെങ്കിലും സ്കൻഡലോൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഈ ഇരപ്പിടിക്കാൻ അല്ലെങ്കിൽ ജന്തുക്കളെ കെണിവെക്കുക എന്നാണ് അർത്ഥം. മറ്റുള്ളവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഏത് വിഷയവും കുടുംബജീവിതത്തിലായാലും ശരി, മറ്റേത് രംഗങ്ങളിലാണെങ്കിലും അതൊരു സ്കൻഡലോണാണെന്ന് മറക്കരുത്. ഞങ്ങളാരും നിന്നെ വിട്ടുപോകയില്ലെന്ന് പറഞ്ഞെങ്കിലും മിക്ക ശിഷ്യന്മാരും കർത്താവിനെ വിട്ടുപോയി എന്ന് വചനം പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നാം ഇടർച്ച വരുത്തിയിട്ടുണ്ടോ? ഇടർച്ച വരാതിരിക്കാൻ കഴിയുമോ? മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും അത് അസാധ്യമാണ് എന്നാണ് ബൈബിളും ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരുടെ വാക്കുകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പത്രോസിന്റെ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. സാത്താൻ പ്രയോഗിച്ച കെണിയായിട്ടാണ് കർത്താവ് അതിനെ കണ്ടത്. മത്തായിയുടെ വിശേഷം 16-ാം അധ്യായം 23-ാം വാക്യം. പത്രോസ് തന്നെ തൻ്റെ ലേഖനത്തിൽ പിൻകാലത്ത് എഴുതിയത് ഇടർച്ചക്കല്ല്, സ്റ്റംബ്ലിംഗ് സ്റ്റോൺ എന്നാണ്. എൻ്റെ ലളിതമായ ചോദ്യം, യോഹന്നാൻ സ്നാപകൻ എപ്രകാരമാണ് ക്രിസ്തുവിന് ഇടർച്ചയായി തീർന്നത്? യോഹന്നാന്റെ പ്രത്യേകതകളെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു. തൻ്റെ വസ്ത്രധാരണം വ്യത്യസ്തമായിരുന്നു, തൻ്റെ ഭക്ഷണം വ്യത്യസ്തമായിരുന്നു, തൻ്റെ ശുശ്രൂഷ ശൈലി വ്യത്യസ്തമായിരുന്നു, തൻ്റെ ജീവിത ശൈലി വ്യത്യസ്തമായിരുന്നു, തൻ്റെ വീക്ഷണം വ്യത്യസ്തമായിരുന്നു, തൻ്റെ ഇടപെടലുകൾ വ്യത്യസ്തമായിരുന്നു. യോഹന്നാന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ക്രിസ്തുവിനെ തന്നെത്താൻ ഉയർത്തി, ക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ താൻ യോഗ്യനല്ലെന്ന് പരസ്യമായി പറഞ്ഞു. സ്നാനത്തിനായി തൻ്റെ അടുക്കൽ എത്തി യേശുവിനെ വിലക്കി, നിന്നാ ഞാൻ സ്നാനമേൽപ്പാൻ താല്പര്യമെന്ന്. അത് സമ്പൂർണമായ വിധേയത്വം. മാത്രമല്ല, തൻ്റെ അടുക്കൽ വന്ന മനുഷ്യൻ മറ്റുള്ളവർ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഭൂരിപക്ഷം ജനങ്ങളും തച്ചൻ്റെ മകനായ ആശാരിയുടെ മകനായ യേശു എന്ന് വിളിക്കുമ്പോൾ
തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവൻ സാധാരണ യേശു മാത്രമല്ല, പ്രവചനങ്ങളുടെ നിവൃത്തീകരണത്തിൻ്റെ പൂർത്തീകരണം വരുത്തിയ ക്രിസ്തുവാണെന്ന്, അല്ലെങ്കിൽ വാഗ്ദത്ത മെശിഹയാണെന്ന് യോഹന്നാന് ബോധ്യമായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞത്, നിന്നാൽ ഞാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കും. ഇപ്പോൾ സമ്മതിക്കുക, ഇത് സകല നീതിയും നിവർത്തീകരിക്കപ്പെടേണ്ടതാണെന്ന് കർത്താവ് അതിന് മറുപടി നൽകി. 4, തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ക്രിസ്തുവിനെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചു. തൻ്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും അന്ത്രയോസും തന്നെ വിട്ടു പോകുമ്പോൾ യോഹന്നാൻ അതിനെ വിലക്കിയില്ല. ഇന്നത്തെ നിലവാരത്തിൽ ചിന്തിച്ചാൽ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. 6, ഞാനോ കുറയണം അവനോ വളരണം എന്നും പരസ്യമായി പറഞ്ഞു. ഇത്രയും ഗുണങ്ങളുള്ള യോഹന്നാനെ കുറിച്ചാണ് സാക്ഷാൽ ക്രിസ്തു യേശു പറഞ്ഞത്, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കാൻ ഞാൻ നിങ്ങളെ ഈ വചനത്തിൽ കൂടെ ആഹ്വാനം ചെയ്യാണ്. യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, ഇത് വിശുദ്ധ ബൈബിൾ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് ചിന്തിക്കാം. അത് 5 കാര്യമുണ്ട്. യോഹന്നാൻ കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല, അതായത് ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ സ്വഭാവത്തിനനുസൃതമായി, ഉദാഹരണമായി പറഞ്ഞ പത്രോസിനെ പോലെ അല്ലെന്നും, വ്യക്തിത്വമുള്ളവനാണെന്നും തൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നവനാണെന്നും കർത്താവ് തന്നെ പറഞ്ഞു. 2, മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവനല്ല. പുരോഹിതന്റെ മകനെന്ന നിലയിൽ തനിക്ക് പാരമ്പര്യമായി കിട്ടാവുന്ന അവസ്ഥകളും സ്ഥാനങ്ങളും പദവികളും മാറ്റിവെച്ച് ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന പോലും താല്പര്യമില്ലാത്ത ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം ധരിച്ച, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരിൽ മറ്റൊന്നായി ജീവിച്ചു. പ്രവാചകന്മാരെക്കാളും മികച്ചവനാണെന്ന് ക്രിസ്തു പറഞ്ഞു. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ മികച്ചവനാണെന്ന് ക്രിസ്തു പറഞ്ഞു. കർത്താവിന് വഴിയൊരുക്കുന്നവനാണെന്ന് പ്രവചനങ്ങൾ പറഞ്ഞു. ഇങ്ങനെ 5 കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു തന്നെ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, വീണ്ടും എൻ്റെ ചോദ്യം, എങ്ങനെയാണ് യോഹന്നാൻ കർത്താവിന് ഇടർച്ചയായത്? മക്കേറ്റസ് എന്ന ഗുഹയിലെ ഏകാന്ത തടവറയിൽ താൻ ബന്ധിക്കപ്പെട്ടപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തപ്പുറമാണ് വളരെ ഉയരത്തിൽ യാതൊരു കാരണവശാലും പുറത്ത് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ലാത്തതും, ഭക്ഷണം കൊണ്ടുവരുമ്പോൾ മാത്രം കതക് തുറക്കുന്നതും, ഞെരുങ്ങി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഞെരുങ്ങി കുന്തക്കാലിൽ ഇരിക്കാൻ കഴിയുന്ന അത്ര മാത്രം, അതായത് നമ്മുടെ പണ്ടത്തെ ടെലഫോൺ ബൂത്തിന് സമാനമായ ഒന്നായിരുന്നു ഈ ഏകാന്ത തടവറയിൽ. അങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് താൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പോയി ചോദിക്കണം, വരുവാനുള്ളവൻ നീയോ അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ എന്ന യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താഗതി. എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. വീണ്ടും ചോദിക്കുന്ന, യോഹന്നാൻ എങ്ങനെയാ ഇടർച്ച വരുത്തിയത്? കർത്താവിനെ ഉയർത്തിയവനും കർത്താവും യോഹന്നാനെ കുറിച്ചും വലിയ കാര്യങ്ങൾ പറഞ്ഞതുപോലെ വേറെ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? വിശ്വാസരാഹിത്യമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. താൻ കാത്തിരുന്ന മെശിഹ ആണോ, ഇല്ല മറ്റൊരുവനാണോ എന്ന് നേരിട്ട് ചോദിച്ചു. അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? വളഞ്ഞ വഴി കൂടെ അല്ല, നേരിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് യേശു ക്രിസ്തു ഉപയോഗിക്കുന്നു, വരുവാനുള്ള മെശിഹ നീ തന്നെ ആണോ? അല്ല, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഈ ജയിലറയ്ക്കുള്ളിൽ ഏകാന്ത തടവരിൽ ഇരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് രക്ഷപ്പെടണമെന്നോ സ്വതന്ത്രമായി നല്ല ശിഷ്ടകാലം നന്നായി ജീവിക്കണമെന്നല്ല, ഈ വാഗ്ദത്ത മെശിഹ നീ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കർത്താവ് പറഞ്ഞ ഉത്തരമാണ് ഇടറിപ്പോകരുത്. ഇതിനോട് ചേർന്ന് ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാ ഉള്ളത്? പക്ഷെ യോഹന്നാന് വേണമെങ്കിൽ അത് ഇങ്ങനെ ചോദിക്കാമായിരുന്നു, നീ മെശിഹയാണെങ്കിൽ
നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കണ്ടല്ലോ, എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുവാൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് എന്നെ സ്വന്തമാക്കാൻ നിനക്ക് കഴിയുമല്ലോ എന്നൊന്നും യോഹന്നാൻ പറഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ യോഹന്നാന്റെ സ്റ്റേറ്റ് വളരെ സത്യസന്ധമായിരുന്നു. എങ്കിൽ കർത്താവിന്റെ മറുപടി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണെന്ന് മറക്കരുത്. എന്താണ് ഇടർച്ച വരുത്തിയത്? അല്ല, വിശ്വാസരാഹിത്യമല്ല. അത് യോഹന്നാന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണമായെന്നും അതുകൊണ്ട് യോഹന്നാൻ നിർത്തിയിടത്തു നിന്നാണ് കർത്താവ് തുടങ്ങിയത്. എന്താണോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ന് തുടങ്ങി മാനസാന്തരത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള യോഹന്നാന്റെ ശുശ്രൂഷയുടെ തീരുമ്പോൾ യേശുക്രിസ്തുവും വിളിച്ചു പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നശിച്ചു പോകുമെന്നും കർത്താവ് പലയിടങ്ങളിലായി പറയുമ്പോൾ യോഹന്നാനെ യേശുക്രിസ്തു ഒരിക്കലും കുറ്റപ്പെടുത്തിയല്ല, മറിച്ച് തൻ്റെ വിശ്വാസത്തിന് വന്ന കോട്ടങ്ങളെക്കുറിച്ച് ചില മുന്നറിയിപ്പുകളാണ് ഈ വചനത്തിൽ കൂടെ കർത്താവ് ക്രൈസ്തവരോട് എല്ലാവരും നൽകുന്നത്. ആകയാൽ നമുക്ക് തിരുവഴുത്തിലേക്ക് മടങ്ങി വരാം, ജീവിതത്തെ ഒരു പുനഃക്രമീകരണം വരുത്താം, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.